അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ രഞ്ജിതയുടെ സഹോദരൻ രതീഷ് വിമാനമിറങ്ങും. 6:50 ഫ്ലൈറ്റ് കുറച്ച് നേരത്തെയായിട്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അതിനുശേഷം ഇവർ നേരെ ആശുപത്രിയിലേക്ക് പോയി DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിളുകൾ നൽകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം മറ്റൊരു ബന്ധുവും ഉണ്ടാകും. ഇപ്പോൾ നമുക്കൊപ്പം ഗുജറാത്തിലെ രഞ്ജിതയുടെ ബന്ധു നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഏകദേശം വളരെ കാലമായി ഗുജറാത്തിൽ തന്നെ തങ്ങുന്ന ഒരാളാണ്. ഈ ബന്ധുക്കൾക്ക് ഇവിടെ വേണ്ട മറ്റ് സഹായങ്ങളെല്ലാം തന്നെ ചെയ്ത് നൽകുന്നതും വിനീതാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാം. അല്പസമയത്തിനകം തന്നെ എത്തുമല്ലേ സഹോദരൻ? 6:40 ആണ് അറൈവൽ ടൈം. ജസ്റ്റ് ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. രജിതയുടെ സഹോദരൻ അല്പസമയത്തിനകം അഹമ്മദാബാദിലെത്തും. DNA സാമ്പിൾ നൽകാനായിട്ടാണ് അവിടെ എത്തുന്നത്. DNA സാമ്പിൾ നൽകി മൃതദേഹം കണ്ടെത്തി അതിനുശേഷമായിരിക്കും വിട്ടു നൽകുന്ന നടപടികളിലേക്ക് കിടക്കുക. നമുക്കിത് എത്ര മണിയോടുകൂടി ഇതിൻ്റെ നടപടികളിലേക്കൊക്കെ കടക്കാൻ പറ്റും? അത് ആക്ച്വലി ഞങ്ങളിവിടെ സംസാരിച്ചിട്ടുണ്ട് ഓഫീസറോട്. അത് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടേ അറിയത്തുള്ളൂ. മാക്സിമം ഇന്നത്തെ ഒരു ദിവസം എടുക്കുമായിരിക്കും. പിന്നെ അത് അവിടെ ചെന്നിട്ട് അറിയാൻ ഒക്കത്തില്ല എന്താണ് അതിൻ്റെ എക്സാക്ട്ലി തീരുമാനം. ഇവിടെ നിന്ന് നേരിട്ട് ആശുപത്രിയിൽ തന്നെ പോവുക, പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക അല്ലേ? അതെ 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 അതെ. എത്ര 72 മണിക്കൂർ വരെയൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത്? അല്ല, അത്ര എടുക്കത്തില്ല. ആക്ച്വലി ഓൾറെഡി ഇന്നലെ ഞങ്ങളെ ഇവിടുത്തെ BJPയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ഗോവർദ്ധൻ ഭായ് ജഡപ്പിയ സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്തോ ഹെൽപ്പ് വേണമെങ്കിലും പുള്ളി ചെയ്തു തരാം. ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അവിടെ സിവിലിലെ ഡോക്ടറിനോട് വെച്ച്. എത്ര മാക്സിമം പെട്ടെന്ന് ചെയ്യാനൊക്കെ അത്രയും പെട്ടെന്ന് അത് ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. ഈ അപകടം ഉണ്ടായതിനു ശേഷം ചേട്ടൻ അത് എങ്ങനെ അറിഞ്ഞത്? അതിൽ തന്നെ രഞ്ജിത് അകപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞത്? അത് ആക്ച്വലി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഫോൺ വന്നായിരുന്നു എൻ്റെ മമ്മിക്ക്. അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞതൊക്കെ ഇങ്ങനെ ഞങ്ങളൊരു റിലേറ്റീവും യൂത്തിലുണ്ടെന്ന്. അത് പിന്നെ ഞാൻ രഞ്ജിത്തിനോട് കോൺടാക്ട് ചെയ്തു. പിന്നെ രഞ്ജിത്ത് എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു. പുള്ളി പറഞ്ഞായിരുന്നു എനിക്ക് പേപ്പർ വർക്ക് ഇച്ചിരി ബാക്കിയുണ്ട്. അപ്പോൾ അത് ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എന്നോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി എനിക്ക് അതിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഹിം ടു കം. അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയായ രഞ്ജിതയുടെ സഹോദരൻ അല്പസമയത്തിനകം അഹമ്മദാബാദിലെത്തും. DNA സാമ്പിൾ നൽകും. അതിനുശേഷമായിരിക്കും മൃതദേഹം വിട്ടു നൽകുന്ന നടപടികളിലേക്ക് കടക്കുക.